കണക്കിലെ കളികൾ ഇത് കേട്ടപ്പോൾ ഞാൻ കണക്ക് പഠിപ്പിക്കാൻ വന്നതാണോ എന്ന് വിചാരിക്കും. നമുക്ക് നമ്പർ വെച്ചിട്ടുള്ള ഫാക്റ്റുകളാണ് നോക്കുന്നത്. ആദ്യം നമുക്ക് 1947 എന്നുള്ള നമ്പർ നോക്കാം. സ്വാതന്ത്ര്യം കിട്ടിയ വർഷമാണ്, എല്ലാവർക്കും അറിയാം. ഭരണഘടനയിൽ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് 3 ലിസ്റ്റുകളിലെയും വിഷയങ്ങളുടെ എണ്ണം പഠിക്കാനില്ലേ? ആ എണ്ണം എങ്ങനെയാണ് വരുന്നത്? 97, 66, 47 എന്നുള്ളത്. അത് നമുക്ക് അങ്ങനെ പഠിക്കണ്ട. 1947 നിങ്ങൾക്ക് 47 കാണാം. അത് കൺകറന്റ് ലിസ്റ്റ്. ഇനിയോ അതിന്റെ ഉയർന്ന ലിസ്റ്റ് ആയിരിക്കും ഏത്? എണ്ണമായിരിക്കും സ്റ്റേറ്റ് ലിസ്റ്റ്. 47 കൂടെ 19 കൂട്ടുക, അപ്പൊ 66. അത് സ്റ്റേറ്റ് ലിസ്റ്റ്. ഇനി 1947 ഏറ്റവും ഉയർന്ന സംഖ്യകളില്ലേ, വലിയ സംഖ്യകൾ 9ഉം 7ഉം, അതായിരിക്കും ഏറ്റവും കൂടുതലുള്ളത്. 97 സബ്ജക്റ്റ് ആണ് യൂണിയൻ ലിസ്റ്റിലുള്ളത്. അപ്പം 3 പഠിച്ചല്ലോ. 47, 66, 97 കൺകറന്റ്, സ്റ്റേറ്റ്, യൂണിയൻ ലിസ്റ്റിലെ സബ്ജക്റ്റുകളുടെ എണ്ണം. ഇനി അടുത്തൊരു നമ്പർ എന്ന് പറയുന്നത് 103 എന്നുള്ള ഭേദഗതി. 103ാമത് ഭേദഗതി മുന്നോക്ക വിഭാഗക്കാർക്ക്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗക്കാർക്ക് സംവരണം ഏർപ്പെടുത്തിയതാണ്. അത് ആ നമ്പറിൽ തന്നെ ഇല്ലേ, മുന്നോക്കം 3, 10% സംവരണം. മുന്നോക്കക്കാർക്ക് 10% സംവരണം. 10, 3, 103 അല്ലേ? അപ്പൊ അതും പഠിച്ചല്ലോ. അടുത്തത്, കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ UDF നേടിയ സീറ്റുകളുടെ എണ്ണം നിങ്ങൾ നോക്കി നോക്ക്. കഴിഞ്ഞ 10 വർഷമായിട്ട് LDF ഭരണം, അതായത് 2 ടേം, ആ 10 വർഷം 2 ടേം, അത് രണ്ടും ചേർത്തിട്ടാൽ 102 സീറ്റുകൾ. അപ്പൊ അതുമായില്ലേ. ഇനി നാലാമത്തെന്ന് പറയുന്നത് സംഘടിത കുറ്റകൃത്യം. BNS സെക്ഷനിൽ പഠിക്കുന്നതാണ്. സംഘടിത കുറ്റകൃത്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? 111ാമത്തെ വകുപ്പ്. നിങ്ങൾ നോക്കി നോക്ക്. 1 എന്നുള്ള നമ്പർ 3 പ്രാവശ്യം സംഘടിച്ചതല്ലേ? അതന്നെയാണ് സംഘടിത കുറ്റകൃത്യം. അപ്പൊ അങ്ങനെ കണ്ടാൽ മതി. 3ഓ അതിൽ കൂടുതലോ ആളുകൾ കൂടിയാലോചന നടത്തി ക്രിമിനൽ പ്രവർത്തനം നടത്തിയാൽ അതിനെയാണ് എന്ത് പറയാ? സംഘടിത കുറ്റകൃത്യം. അപ്പൊ ഈ 3 ഒന്നുകൾ എന്തിനു വേണ്ടി സംഘടിച്ചതാ? കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടി. അപ്പൊ 3 ഒന്നുകൾ 111 മുന്നോക്കക്കാർക്ക് 10% സംവരണം, 103 UDFന്റെ സീറ്റുകൾ, 2 ടേം, 10 വർഷം 102, 1947. സെറ്റ് അല്ലേ? വീണ്ടും കാണാം.